നമസ്കാരം. ഇല്ലൻ മൈൻഡിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് ലോജിസ്റ്റിക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് മൊഡ്യൂളിലെ റൂട്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കൂടുതൽ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. കാരണം നമ്മൾ ഈ ഒരു വീഡിയോനെ 2-3 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. കാരണം അത് കുട്ടികൾക്കൊന്നുകൂടെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരൊറ്റ സ്ട്രെച്ചിൽ മുഴുവൻ റൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു പോകുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും പാഠഭാഗത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് BBA തേർഡ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി നമുക്ക് റൂട്ടിംഗ് എന്താന്നുള്ളത് പരിചയപ്പെടാം. നമുക്ക് റൂട്ടിങ്ങിന്റെ മീനിങ് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. Routing is the process of finding most efficient path for delivery or transportation from the source to the destination. നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്നും അതിന്റെ കൺസംഷൻ പ്ലേസിലോട്ട് ഡെസ്റ്റിനേഷനിലോട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് ഏതാണ്, അതല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യന്റ് റൂട്ട് ഏതാണെന്ന് മനസ്സിലാക്കുന്ന പ്രോസസ്സിനെയാണ് റൂട്ടിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ലോജിസ്റ്റിക് വാഹനം കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം, ഏറ്റവും വളരെ പെട്ടെന്ന് എത്തുന്ന മാർഗം ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റൂട്ടിംഗ് നമ്മൾ നടത്തുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ, ഇൻ ലോജിസ്റ്റിക്സ് ഫൈൻഡിങ് ദ ഷോർട്ടസ്റ്റ് ഓർ ഫാസ്റ്റസ്റ്റ് പാത്ത് ഫോർ ഡെലിവറി ട്രക്ക്. നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും ഷോർട്ടായിട്ടും ഏറ്റവും ഫാസ്റ്റ് ആയിട്ടും വളരെ പെട്ടെന്നും എത്തുന്ന റൂട്ടുകൾ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ റൂട്ടിംഗ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾക്ക് റൂട്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ ഈ ഒരു യെല്ലോ ബോർഡറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള യെല്ലോ ഷെയ്ഡില്. അതിൽ ഒന്നാമത്തത് മിനിമൈസ് ഡിസ്റ്റൻസ് ഓർ ട്രാവൽ ടൈം. നല്ലൊരു റൂട്ടിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കുറക്കാൻ കഴിയും, ട്രാവൽ ടൈം കുറക്കാൻ കഴിയും. അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് വളരെ പെട്ടെന്ന് ഈ പ്രോഡക്റ്റ് എത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുള്ള. മറ്റൊന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ഫ്യൂവൽ ഓർ റിസോഴ്സ് കോസ്റ്റ്. നമുക്കറിയാം വളരെ പെട്ടെന്ന് ഒരു നല്ല റോഡും വളരെ പെട്ടെന്ന് എത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് ഗെയിൻ ചെയ്തെടുക്കാൻ കഴിയും. മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് അവോയ്ഡ് ട്രാഫിക് ഓർ കൺജഷൻസ്. ട്രാഫിക് ബ്ലോക്കുകളിൽ നിന്നൊക്കെ നമ്മുടെ വാഹനങ്ങളെ നമുക്ക് ഒരു പരിധി വരെ മാറ്റി കൊണ്ടുപോയി നല്ല റൂട്ടിലൂടെ തന്നെ നമ്മുടെ ലോജിസ്റ്റിക്സ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൃത്യസമയത്ത് നമ്മുടെ പ്രോഡക്ട്സ് ഗുഡ്സുകളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുള്ളതും. ഫോളോ ഡെലിവറി പ്രയോറിറ്റീസ്. ഡെലിവറിയിൽ നമുക്ക് പ്രയോറിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ വാല്യൂ ഉള്ള ഗുഡ്സിന് അതല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗുഡ്സിനൊക്കെ നമുക്ക് പ്രയോറിറ്റീസ് കൊടുക്കാനും ഈ റൂട്ടിങ്ങിലൂടെ കഴിയും. അതാണ് റൂട്ടിങ്ങിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് റൂട്ടിങ്ങിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു ടേമാണ് ഷെഡ്യൂളിംഗ്. ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ റൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അഥവാ ഒരു ലോജിസ്റ്റിക് ഓപ്പറേഷനിലുള്ള എല്ലാ ആക്ടിവിറ്റീസിന്റെ, ഡെലിവറിയുടെ അതല്ലെങ്കിൽ സർവീസസിന്റെ ഒക്കെ ടൈമുകൾ ഇത് എപ്പോ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ടൈമുകൾ സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലോജിസ്റ്റിക് ഓപ്പറേഷനിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെ എപ്പം എങ്ങനെ നടത്തണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മീറ്റിംഗ് ടൈം വിൻഡോസ്. ടൈം വിൻഡോസ് എന്ന് പറഞ്ഞാൽ ചില കസ്റ്റമേഴ്സിന് അവരുടെ പ്രോഡക്ട്സ് ഇന്ന സമയത്തിന്റെ ഉള്ളിൽ കിട്ടേണ്ടി വരും. ചിലർക്ക് ചില സ്പെഷ്യൽ ഒക്കേഷനിലോട്ടായിരിക്കും കുറെ നേരത്തെ അവർക്ക് ആ പ്രോഡക്റ്റ് ആവശ്യം ഉണ്ടാവില്ല, എന്നാൽ ആ ഒക്കേഷന്റെ ടൈമിലോട്ട് അവർക്ക് എത്തേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ടൈം വിൻഡോസ് മീറ്റ് ചെയ്യുക. അപ്പൊ അത് കൃത്യസമയത്ത് ആ ടൈമിൽ അവിടെ എത്തിക്കുന്നതിനാണ് ആ ടൈം എപ്പോഴെന്ന് സെറ്റ് ചെയ്യുന്നതിനെയാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് മാക്സിമൈസ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, കാരണം നമ്മുടെ വെഹിക്കിൾസ് അതേപോലെ തന്നെ സ്റ്റാഫ്സിനെയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈം വിൻഡോസും ഇത്തരത്തിലുള്ള ഷെഡ്യൂളിംഗും ഒക്കെ പോസിബിൾ ആവുള്ളൂ എന്നുള്ളതാണ്. ബോട്ടിൽ നെക്സ്, അസാധാരണമായ സംഭവങ്ങൾ ഇതിലൂടെ ഒഴിവാക്കാനും കഴിയും. അപ്പൊ നമ്മൾ ഇപ്പോ പറഞ്ഞു വെച്ചത് റൂട്ടിങ്ങും ഷെഡ്യൂളിങ്ങും എന്താന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നത് വെഹിക്കിൾ റൂട്ടിംഗ് എന്താ എന്നുള്ളതാണ്. വെഹിക്കിൾ റൂട്ടിങ്ങിലോട്ട് വരുമ്പോ നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ മുകളില് ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിൽ, ഒരു ഒറിജിൻ പോയിന്റിൽ നിന്നും ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് ഒരു വാഹനം സഞ്ചരിക്കുന്നത്. ഈ സഞ്ചരിക്കുന്ന വഴി, ഈ റൂട്ട് പ്ലാൻ ചെയ്യുന്നതിനാണ്, ഒരു വാഹനത്തിന്റെ റൂട്ട് പ്ലാൻ ചെയ്യുന്നതിനെയാണ് വെഹിക്കിൾ റൂട്ടിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ് അതല്ലെങ്കിൽ ഇതിനെ നമുക്ക് മീനിങ് ആയിട്ടും എഴുതി വെക്കാവുന്നതാണ്. ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ദ ഗോൾ ഓഫ് വെഹിക്കിൾ റൂട്ടിംഗ് ഈസ് ടു ഡിറ്റർമിൻ the most efficient path for vehicle to travel from a depot to multiple delivery or pickup points and back. അതായത്
നമ്മുടെ പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്നും അതിന് നമുക്ക് പോയിന്റ് ഓഫ് ഒറിജിൻ എന്ന് പറയാം. ഈ പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്നും നമ്മുടെ പോയിന്റ് ഓഫ് കൺസംഷൻ അതല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷനിലോട്ട് ഒരു വാഹനം സഞ്ചരിക്കേണ്ട റൂട്ട് പ്ലാൻ ചെയ്യുന്നതിനെയാണ്, എഫിഷ്യന്റ് റൂട്ട് ഐഡന്റിഫൈ ചെയ്ത് പ്ലാൻ ചെയ്യുന്നതിനെയാണ് വെഹിക്കിൾ റൂട്ടിംഗ് എന്ന് പറയുന്നത്. അത് ഓരോ ഡെലിവറി പോയിന്റുകൾ നമ്മൾ അതിൽ ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ തന്നെ ഓരോ പിക്കപ്പ് പോയിന്റുകൾ കസ്റ്റമേഴ്സ് എവിടെ വന്ന് കളക്ട് ചെയ്യുന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യണം. മറ്റൊന്ന് പറയുന്നത് ഈ വാഹനം ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് എത്തിക്കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ സ്ഥാപനത്തിലോട്ട് റിട്ടേൺ വരണം. അതാണ് പറയുന്നത് ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് പിക്കപ്പ് പോയിന്റ് ആൻഡ് ബാക്ക്. തിരിച്ച് നമ്മുടെ സ്ഥാപനത്തിലോട്ട് എത്തുമ്പോൾ ആ വാഹനം ഒരു എംടി വാഹനമായിട്ട് തിരിച്ചു വരാൻ പാടില്ല, ചരക്കുകളില്ലാത്ത. അപ്പൊ അതും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ റൂട്ടിംഗ് നടത്താൻ. അപ്പൊ റൂട്ടിംഗ് എന്ന് പറയുന്നത്, വെഹിക്കിൾ റൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ലോജിസ്റ്റിക് ഓപ്പറേഷനിൽ ഒരു ഗുഡ്സ് അതിന്റെ പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്നും അതിന്റെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന, അതിന് എഫിഷ്യന്റ് റൂട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെഹിക്കിൾ റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി വെഹിക്കിൾ റൂട്ടിംഗിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഫാക്ടേഴ്സുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഡിസ്റ്റൻസ് ആൻഡ് ജിയോഗ്രഫി. നമുക്ക് അനലൈസ് റോഡ് നെറ്റ്വർക്ക്സ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൊക്കേഷൻ ആൻഡ് ടെറൈൻസ്. നമ്മൾക്ക് നമ്മുടെ ഈ ഒരു പ്രോഡക്ട്സ് എത്തിക്കേണ്ട ജിയോഗ്രഫിക്കൽ ലൊക്കേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ ഇവിടുന്ന് എത്ര ദൂരമുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനാണ് ഡിസ്റ്റൻസ് ആൻഡ് ജിയോഗ്രഫി എന്ന് പറയുന്നത്. മറ്റൊന്ന് വരുന്നത് ട്രാഫിക് കണ്ടീഷന്. നമ്മൾ സഞ്ചരിക്കുന്ന ഈ പ്രോഡക്റ്റുമായിട്ട് പോകുന്ന റൂട്ടിലുള്ള ട്രാഫിക് കണ്ടീഷൻസ് എങ്ങനെയാണ്, അവിടെ വാഹനങ്ങൾ കൂടുതൽ തിരക്കുള്ള റോഡാണോ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റൂട്ടിങ്ങിന്റെ സമയത്ത് കൺസിഡർ ചെയ്യേണ്ടതാണ് ഒരു റൂട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത്. മറ്റൊരു പോയിന്റിലോട്ട് പോവുകയാണെങ്കിൽ ഡെലിവറി ടൈം വിൻഡോ. ചില കസ്റ്റമേഴ്സ് ചില സ്പെസിഫിക് ടൈമിൽ ഈ പ്രോഡക്റ്റിന്റെ ഡെലിവറി ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൂട്ടിങ്ങിൽ ആ സമയത്തോട്ട് ആ പ്രോഡക്റ്റ് എത്തിക്കാനുള്ള റൂട്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അപ്പൊ കസ്റ്റമേഴ്സിന്റെ ഡെലിവറി ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡെലിവറി ടൈം വിൻഡോ. അതുപോലെ തന്നെ നിങ്ങൾ ഒരു വെഹിക്കിൾ റൂട്ടിങ് നടത്തുന്ന സമയത്ത് പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് വെഹിക്കിൾ കപ്പാസിറ്റി. അതായത് നമ്മുടെ വാഹനത്തിന്റെ സ്പേസ് എത്രയുണ്ട്, അതിന്റെ വെയിറ്റ് എത്രയുണ്ട്, അതിൽ എന്തെങ്കിലും ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, അതിൽ ലോഡിങ്ങിന്റെ വെയിറ്റിന് ലിമിറ്റേഷൻ ഉണ്ടോ, അതല്ലെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ്, ഒരു ദിവസം യാത്ര ചെയ്യാവുന്ന ഡിസ്റ്റൻസിന് ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ റൂട്ടിങ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ 4 കാര്യങ്ങളാണ് നമ്മൾ ഒരു വെഹിക്കിൾ റൂട്ടിങ് നടത്തുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന് ഡിസ്റ്റൻസ് ആൻഡ് ജിയോഗ്രഫി, മറ്റൊന്ന് ട്രാഫിക് കണ്ടീഷൻ, മറ്റൊന്ന് ഡെലിവറി ടൈം വിൻഡോ ആൻഡ് വെഹിക്കിൾ കപ്പാസിറ്റി. ഇത് 4ആണ് കീ ഫാക്ടേഴ്സ് ആയിട്ട് കണക്കാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് റൂട്ടിംഗ് ടെക്നിക്സുകളെ കുറിച്ചിട്ടാണ്. എങ്ങനെയൊക്കെ നമുക്ക് വെഹിക്കിൾ റൂട്ടിംഗ് നടത്താന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടും 3 റൂട്ടിംഗ് ടെക്നിക്കുകളാണുള്ളത്. വെഹിക്കിൾ റൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് 3 റൂട്ടിംഗ് ടെക്നിക്കുകൾ ഉണ്ട്. ഒന്ന് മാനുവൽ റൂട്ടിംഗ്, മറ്റൊന്ന് സോഫ്റ്റ്വെയർ ബേസ്ഡ് റൂട്ടിംഗ്, മറ്റൊന്ന് ഡൈനമിക് റൂട്ടിംഗ്. ഇനി ഇത് 3ഉം എന്താന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് മാനുവൽ റൂട്ടിങ്ങിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ 3 റൂട്ടിംഗ് ടെക്നിക്സുകളും, മാനുവൽ റൂട്ടിംഗ്, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ബേസ്ഡ് റൂട്ടിങ്ങും ഡൈനമിക് റൂട്ടിങ്ങും എന്താന്നുള്ളത് ഒരു പെരിഫറൽ ആയിട്ട് പറഞ്ഞു പോകും. പിന്നീട് നമ്മൾ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കും. അപ്പൊ ആദ്യം നമുക്ക് അതിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ മനസ്സിലാക്കാം മൂന്നിനെയും കുറിച്ച്. മാനുവൽ റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ പ്ലാനിംഗ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ഓർ സിമ്പിൾ മാപ്പ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ സ്കെയിൽ ഓപ്പറേഷൻസ്. ഒരു ചെറിയ രീതിയിൽ റൺ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് മാനുവൽ റൂട്ടിംഗ് നടക്കുള്ളൂ. മാനുവൽ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എഫേർട്ട് കൊണ്ട് നമ്മളൊരു വെഹിക്കിൾ റൂട്ട് പ്ലാൻ ചെയ്യുന്നതിനെയാണ്. അതായത് പഴയൊരു രീതിയാണ്. പഴയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഈ രീതി നമുക്ക് ഒഴിവാക്കാനൊന്നും കഴിയില്ല. കാരണം ടെക്നിക്കൽ ഗ്ലിച്ചസ് വരികയാണെങ്കിൽ, അതിൽ സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ്, സോഫ്റ്റ്വെയറിന് പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് മാനുവൽ റൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമറിലോട്ട് എത്തേണ്ടി വരും. കസ്റ്റമറിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മാനുവൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു വ്യക്തി ഒരു റൂട്ട്, നമ്മൾ സാധാരണ രീതിയിൽ ഒരു സ്ഥലത്തോട്ട് പോകേണ്ട റൂട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തി ഹ്യൂമൻ എഫേർട്ട് എടുത്ത് പ്ലാൻ ചെയ്യുന്നതിനെയാണ് മാനുവൽ റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ആ വ്യക്തിയുടെ എക്സ്പീരിയൻസ് ഒരു നിർണായക ഘടകമാണ്. ഇതിന്റെ സക്സസിനെ ബാധിക്കുന്ന ഒരു വലിയൊരു ഘടകമാണ് ആ വ്യക്തിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് റൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നതുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈം വിൻഡോസ് മീറ്റ് ചെയ്യാൻ കഴിയില്ല. മറ്റൊന്നാണ് പറയുന്നത് സോഫ്റ്റ്വെയർ ബേസ്ഡ് റൂട്ടിംഗ്.
ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി AI ടെക്നോളജീസിന്റെ സഹായത്തോടു കൂടി പുതിയ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാനുള്ള റൂട്ടുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് സോഫ്റ്റ്വെയർ ബേസ്ഡ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് ഡൈനമിക് റൂട്ടിംഗ്. ഡൈനമിക് റൂട്ടിംഗ് എന്ന് പറഞ്ഞത് ഇതിന്റെ ഒരു മീനിങ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അഡ്ജസ്റ്റ് ദ റൂട്ട് ഇൻ റിയൽ ടൈം ബേസ്ഡ് ഓൺ ട്രാഫിക് അപ്ഡേറ്റ്സ് ഓർ ലാസ്റ്റ് മിനിറ്റ്സ് ഓർഡർ ചേഞ്ചസ് യൂസിങ് GPS ടെക്നോളജി. അതായത് ഡൈനമിക് റൂട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് നമ്മൾ ലാസ്റ്റ് നമ്മൾക്ക് കിട്ടുന്ന അപ്ഡേഷൻ അനുസരിച്ച് നമ്മൾ റൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നതിനെയാണ് ഡൈനമിക് റൂട്ടിംഗ് എന്ന് പറയുന്നത്. അഥവാ നമ്മൾ സോഫ്റ്റ്വെയർ ബേസ്ഡ് റൂട്ടിങ്ങും മാനുവൽ റൂട്ടിങ്ങിനും ഒക്കെ പുറമെ ചില സമയത്ത് നമ്മൾ റൂട്ടിലോട്ട് യാത്ര തുടങ്ങിയതിന് ശേഷമായിരിക്കും അവിടെ ചേഞ്ചസ് ഉണ്ട്, അവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക, റൂട്ട് വാഹനങ്ങൾ കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് നമ്മൾ മറ്റൊരു വഴി കണ്ടെത്തി പ്ലാൻ ചെയ്തു പോകുന്നതിനെയാണ് ഡൈനമിക് റൂട്ടിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് റൂട്ടിംഗ് ഷെഡ്യൂളിംഗ് ഇഷ്യൂസ്. റൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റൂട്ടിംഗ് ഷെഡ്യൂളിംഗ് ഇഷ്യൂസ് ഏതൊക്കെയാന്നുള്ളതാണ്. ഒന്ന്, റിസോഴ്സ് കോൺഫ്ലിക്റ്റ് ആണ്. ചില സമയത്ത് നമ്മൾക്ക് കൂടുതലായിട്ട് ഓർഡറുകൾ വരും. നമ്മുടെ സ്ഥാപനത്തിന് ഒരു വലിയ ക്വാണ്ടിറ്റി ലോജിസ്റ്റിക് ഓപ്പറേഷനിൽ വലിയൊരു ഓർഡർ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഡെലിവർ ചെയ്യേണ്ടതായിട്ട് വരും ചില സമയങ്ങളിൽ. അതിന് ചിലപ്പോ നമ്മൾക്ക് കിട്ടിയത് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു വാൻ ആണെങ്കിൽ ഒരു വാനേ നമ്മുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് അത്രയും ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ സെയിം വെഹിക്കിൾസ് കുറെ എണ്ണം ആവശ്യമായിട്ട് വരും. അത് റൂട്ടിങ്ങിന്റെ ഒരു പ്രശ്നമാണ്. അതായത് നമ്മുടെ റിസോഴ്സസിന്റെ ലിമിറ്റേഷൻ. ഇവിടെ പറഞ്ഞ സിറ്റുവേഷൻ വേർ മൾട്ടിപ്പിൾ ഡെലിവറീസ് റിക്വയർ ദ സെയിം വെഹിക്കിൾ ഓർ ഡ്രൈവർ സൈമൾട്ടേനിയസ്ലി. ഒരേ സമയത്ത് തന്നെ നമ്മുടെ ഒരു വാഹനത്തിൽ കൊള്ളാവുന്നതിൽ അപ്പുറത്തോട്ട് നമ്മൾക്ക് ഡെലിവറി ഓർഡറുകൾ കിട്ടുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. മറ്റൊന്ന് ടൈം കൺസ്ട്രെയിൻസ് ആണ്. ഇവിടെ സ്ട്രിക്ട് ഡെലിവറി വിൻഡോസ് ഇമ്പോസ്ഡ് ബൈ കസ്റ്റമേഴ്സ് ഓർ റെഗുലേറ്ററി ബോഡീസ് ദാറ്റ് ലിമിറ്റ് ഷെഡ്യൂളിംഗ് ഫ്ലെക്സിബിലിറ്റി. ചില ഓർഡറുകൾ കസ്റ്റമേഴ്സ് കൃത്യസമയത്ത് ഇന്ന സമയത്ത് എത്തണം എന്ന് പറയും. അതല്ലെങ്കിൽ ചില ഓർഡറുകൾ, ചില പ്രോഡക്ട്സുകൾ, ഇപ്പൊ സാൻഡ്, സിമെന്റ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകാൻ ടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇന്ന സമയത്ത് അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. ഇത്തരം റെസ്ട്രിക്ഷൻസ് ലീഗൽ ആയിട്ടും അതല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സും കൂടെ റൂട്ടിങ്ങിലോട്ട് കടന്നു വരുമ്പോൾ റൂട്ടിംഗ് നടത്തുന്നതിലുള്ള ഫ്ലെക്സിബിലിറ്റി അഥവാ നമുക്ക് നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ റൂട്ടിങ് പോസിബിൾ ആവുന്നില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഫേവർ ആവുന്ന സമയത്തൊന്നും ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. Then unpredictable delays are the another problem. Unpredictable delays എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് ജാംസ്, വെഹിക്കിൾ ബ്രേക്ക് ഡൗൺസ്, വെതർ കണ്ടീഷൻസ് തുടങ്ങിയവയൊക്കെ നമ്മുടെ റൂട്ടിങ്ങിനെ ബാധിക്കും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ട്രാഫിക് ജാമുകൾ, വെഹിക്കിൾ ബ്രേക്ക് ഡൗണുകൾ ഒക്കെ ബിയോണ്ട് അവർ കൺട്രോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ വെതർ കണ്ടീഷൻസ്, നമ്മുടെ നാട്ടിൽ ഫ്ലഡ് പോലുള്ള സംഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള സമയത്തൊക്കെ നമ്മളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ഡിലേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അതാണ് അവിടെ പറഞ്ഞത് അൺപ്രഡിക്റ്റബിൾ ഡിലേസ്. ദെൻ ഡിമാൻഡ് വേരിയബിലിറ്റി, sudden increase or decrease in order volume that require rapid rescheduling. ഇപ്പോ ബിഗ് ബില്യൺ ഡേയ്സ്, ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽസ് ഒക്കെ നടക്കാറുണ്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ. ഈ സമയത്ത് ഓർഡർ ചെയ്യുമ്പോൾ അൺയൂഷ്വൽ ഡിലേസ് ഫേസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത കാരണം ഒരുപാട് ഓർഡറുകൾ ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ലോജിസ്റ്റിക് ഓപ്പറേഷൻസ് തടസ്സപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്രയാണ് നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞു ഓരോ റൂട്ടിംഗ് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ്. മാനുവൽ റൂട്ടിംഗ്, സോഫ്റ്റ്വെയർ ബേസ്ഡ് റൂട്ടിങ്ങും അതേപോലെ തന്നെ ഡൈനമിക് റൂട്ടിങ്ങും. ഇത് ഓരോന്നും എന്താന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മാനുവൽ മെത്തേഡ് ഓഫ് വെഹിക്കിൾ റൂട്ടിംഗ് ആൻഡ് ഷെഡ്യൂളിങ്ങിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തി തന്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടും ഒരു പ്രോഡക്റ്റ് ഒരു പ്രൊഡക്ഷൻ പ്രൈസിൽ നിന്നും കൺസംഷൻ പ്രൈസിലോട്ട് എത്തിക്കേണ്ട രീതി പ്ലാൻ ചെയ്യുന്നതിനെയാണ് മാനുവൽ റൂട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് സൈഡിൽ 3 ബുള്ളറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പൊ സ്ക്രീനിൽ. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. കാരണം ഇത് ഒരുപാട് ടൈം എടുക്കും. ഒരു വ്യക്തിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, ഹ്യൂമണിന് ലിമിറ്റേഷൻസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സോഫ്റ്റ്വെയറുകളും മെഷീൻസ് ഉപയോഗിക്കുന്നത്. ഒരുപാട് ഓർഡറുകളാണ് ലഭിക്കുന്നത്. ചെറിയ ഓർഡറുകളാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അത് റൂട്ട് ചെയ്യാൻ കഴിയും. പക്ഷെ ഒരുപാട് ഓർഡറുകളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ ഇറ്റ്സ് ടൈം കൺസ്യൂമിങ് എസ്പെഷ്യലി ആസ് ദ ഓർഡർ വോളിയം ഗ്രോസ് എന്ന് പറയുന്നത്. അത് ഓർഡർ വോളിയം കൂടുകയാണെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. മറ്റൊന്ന് പറയുന്നത് റിസൾട്ട്സ് ആർ ബേസ്ഡ് ഓൺ ദി എക്സ്പീരിയൻസ് ഓർ എക്സ്പെർട്ടൈസ്. ഈ ഒരു റൂട്ടിങ്ങിന്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ റൂട്ട് ചെയ്യാൻ വെച്ച വ്യക്തിയുടെ, ആരെയാണോ റൂട്ട് ചെയ്യാൻ ഏൽപ്പിച്ചത് ആ വ്യക്തിയുടെ എക്സ്പീരിയൻസിന്റെ ബേസിലാണ്. ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് നിങ്ങൾ ഏൽപ്പിച്ചതെങ്കിൽ ചിലപ്പോൾ അത് സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. മറ്റൊന്ന് പറയുന്നത് എറേഴ്സ് ഇൻ ഡാറ്റ ഓർ പ്ലാനിങ് ക്യാൻ ബി ലീഡ് ടു മിസ്ഹാൻഡ്ലിംഗ് ടൈം വിൻഡോസ്. ഡാറ്റകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈം വിൻഡോസ് മീറ്റ് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ വെഹിക്കിൾസിൽ ഓവർലോഡിങ് സംഭവിക്കും, എക്സസീവ് കോസ്റ്റ് നിങ്ങൾ ഇൻകർ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് മാനുവൽ റൂട്ടിങ്ങിന്റെ പറയുന്നത്. ഇനി പറയുന്നത് മാനുവൽ റൂട്ടിങ്ങിന്റെ മെത്തേഡുകൾ, അതിന്റെ സ്റ്റെപ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. മാനുവൽ മെത്തേഡ് ഫോർ വെഹിക്കിൾ റൂട്ടിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ്. ഇതിൽ 3 സ്റ്റെപ്സുകളാണ് ഫോളോ ചെയ്യുന്നത്. ഒന്ന് കമ്പൈലിംഗ് ഡാറ്റ, അതായത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിനെയാണ് കമ്പൈലിംഗ് ഡാറ്റ എന്ന് പറയുന്നത്. മറ്റൊന്ന് പ്ലാനിങ് റൂട്ട്സ്, ലാസ്റ്റ് വൺ പറയുന്നത് കാൽക്കുലേറ്റിംഗ് കോസ്റ്റ്. അപ്പൊ മാനുവൽ റൂട്ടിങ്ങിന്റെ മെത്തേഡ്സ് ആണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് പറയുന്നത് കമ്പൈലിംഗ് ഡാറ്റ. 3 തരത്തിലുള്ള ഡാറ്റാസ് ഒരു മാനുവൽ റൂട്ടിംഗ് നടത്തുന്ന വ്യക്തി കളക്ട് ചെയ്യണം. ഒന്ന് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടത്, അതിൽ നമ്പർ ഓഫ് ഡെലിവറി ഓർഡേഴ്സ്, എത്ര ഓർഡറുകൾ നമുക്ക് കൊടുക്കാനുണ്ട്. അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ ലൊക്കേഷൻ എവിടെയാണ്, അവർ ഏത് സമയത്താണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ആ ഓർഡറിന്റെ സൈസ് എത്രയാണ്, വെയിറ്റ് എത്രയാണ്, ഓരോ ഓർഡറിന്റെയും ഷേപ്പ്, അത് ഏത് ഷേപ്പിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള വിവരങ്ങൾ നമ്മൾ ഫസ്റ്റ് കളക്ട് ചെയ്യണം. അതിന്റെ കൂടെ കളക്ട് ചെയ്യേണ്ടതാണ് വെഹിക്കിൾ ഡീറ്റെയിൽസും. വെഹിക്കിൾ ഡീറ്റെയിൽസിൽ വരുന്നത് വാഹനത്തിന്റെ സൈസ്, ദാറ്റ് മീൻസ് ഫ്ലീറ്റ് സൈസ്, കപ്പാസിറ്റി ലിമിറ്റ്, വെഹിക്കിൾ ടൈപ്സ്, അതായത് വാൻ ആണോ ട്രക്ക് ആണോ എന്നുള്ളത്, അതേപോലെ തന്നെ റെസ്ട്രിക്ഷൻസ്, ഇത്ര ഉയരമുള്ള വാഹനങ്ങള്, അതേപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ള വാഹനങ്ങളാണോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഡാറ്റാസും കളക്ട് ചെയ്യുക. ഗുഡ്സ് ഓർഡറിനെ കുറിച്ചിട്ടും ഗുഡ്സിനെ കുറിച്ചിട്ടും വെഹിക്കിളിനെ കുറിച്ചിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പറേഷണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ടൈം പെർ സ്റ്റോപ്പ്, ഓരോ സമയത്തും ഓരോ ലൊക്കേഷനിലും വരുന്ന ലോഡിംഗ് ടൈം എത്ര വരുന്നുണ്ട്, അൺലോഡിംഗ് ടൈം എത്ര വരുന്നുണ്ട്. നമ്മൾ ഗുഡ്സുമായിട്ട് പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ലോഡ് ഇറക്കേണ്ടതായിട്ട് വരും, ചില സമയങ്ങളിൽ ലോഡ് കയറ്റേണ്ടതായിട്ട് വരും. അത്തരം സമയങ്ങൾ എത്ര വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ഡിപ്പോയുടെ ലൊക്കേഷൻ, ഡ്രൈവർമാരുടെ ഷിഫ്റ്റ് പാറ്റേൺ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡ്രൈവറിന് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാൻ കഴിയില്ല, അപ്പൊ ഡ്രൈവർമാരുടെ ഷിഫ്റ്റ് പാറ്റേണുകൾ എത്രയാണെന്നൊക്കെ ഉള്ളത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റാസ് കളക്ട് ചെയ്യാണ് ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് മാനുവൽ റൂട്ടിംഗ് ആണെങ്കിൽ. രണ്ടാമത് പറയുന്നത് പ്ലാനിങ് റൂട്ടാ. റൂട്ട് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ABCD എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിൽ റൂട്ട് പ്ലാനിങ്ങിൽ വരുന്ന ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്, നമ്മൾ എന്താണ് നമ്മൾ ഈ ഡെലിവറിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ചിലപ്പോൾ കൃത്യസമയത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ മാക്സിമൈസ് വെഹിക്കിൾ യൂട്ടിലൈസേഷൻ ആയിരിക്കും, നമ്മുടെ വാഹനത്തിന്റെ കപ്പാസിറ്റി പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാവും. അതല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം ടൈമും ഡിസ്റ്റൻസും റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും. അതേപോലെ തന്നെ അതല്ലെങ്കിൽ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമൈസ് ഡ്രോപ്പ് പെർ ട്രിപ്പ്, ഒരൊറ്റ ട്രിപ്പ് തന്നെ കൂടുതൽ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരിക്കും. അപ്പൊ ഇതിൽ ഏത് ഒബ്ജക്റ്റീവ്സ് ആണ് എന്നുള്ളത് ആദ്യം നിങ്ങൾ പ്ലാൻ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റേജ് പ്ലാനിങ് റൂട്ടാണ്. പ്ലാനിങ് റൂട്ടിൽ ഒന്നാമത് വരുന്നത് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്. ഒന്ന് ഡിസ്റ്റൻസ് ഓർ ടൈം, നിങ്ങൾക്ക് കുറഞ്ഞ സമയത്ത് കുറഞ്ഞ ചെലവിൽ എത്തിക്കുകയാണോ എന്നുള്ളത്, അതേപോലെ തന്നെ വെഹിക്കിൾ യൂട്ടിലൈസേഷൻ കൂട്ടുകയാണോ എന്നുള്ളത്, കൃത്യമായ ടൈം വിൻഡോസ് മീറ്റ് ചെയ്യണോ എന്നുള്ളത്, അതേപോലെ തന്നെ ഡ്രോപ്പ് പെർ ട്രിപ്പ്, മാക്സിമൈസ് ഡ്രോപ്പ് പെർ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ട്രിപ്പിലും നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന ഇറക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവരികയാണോ എന്നുള്ളത്, ഇതിൽ ഏത് ഒബ്ജക്റ്റീവ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമത് പറയുന്നത് അസൈനിങ് ഡെലിവറി പോയിന്റ്സ് ആണ്. ഏതൊക്കെ സ്ഥലത്താണ് നമ്മൾ ഡെലിവറി ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏതൊക്കെ ഏരിയയിലാണ് നമ്മുടെ കസ്റ്റമേഴ്സ് വരുന്നത്, അതിൽ ആരാണ് ആദ്യം മീറ്റ് ചെയ്യേണ്ടത്, രണ്ടാമത് എവിടെയാണ്, മൂന്നാമത് എവിടെയാണ് എന്നുള്ള ഇതാണ് അസൈനിങ് ഡെലിവറി പോയിന്റ്സിൽ പറയുന്നത്. മൂന്നാമത്തത് റൂട്ട് സ്കെച്ചിങ് പ്ലാൻ ചെയ്യാം. അപ്പൊ നമ്മുടെ വാഹനം ഏതൊക്കെ റൂട്ടിലൂടെയാണ് കടന്നു പോകേണ്ടത് എന്നുള്ളതാണ് റൂട്ട് സ്കെച്ചിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. റൂട്ട് സ്കെച്ചിങ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 റൂട്ടിനെ ഒരു ഗ്രൂപ്പായിട്ട്, ഒരു ക്ലസ്റ്റർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാവുന്നതാണ്. അതായത് സാധനം കൊണ്ടുപോകുമ്പോൾ ഇന്ന ഏരിയക്ക് ഉള്ളത് ആ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തം കവർ ചെയ്യും. അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് റൂട്ട് സ്കെച്ചിങ് നടത്താം. അപ്പൊ പ്ലാനിങ് റൂട്ട്സിൽ മൂന്നാമതായിട്ട് വരുന്നത് റൂട്ട് സ്കെച്ചിങ് ആണ്. ലാസ്റ്റ് വരുന്നതാണ് മാനുവൽ മെത്തേഡ് ഓഫ് വെഹിക്കിൾ റൂട്ടിംഗിലെ ലാസ്റ്റ് ആണ് കാൽക്കുലേറ്റിംഗ് കോസ്റ്റ്.
കാരണം നമ്മൾ ഈ ഡെലിവറി ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോ ഡെലിവറി ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റുകൾ കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ ഡെലിവറി ചാർജ് ഫിക്സ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഒരു സെർട്ടൻ പെർസെന്റേജ് പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്ത്. അപ്പൊ രണ്ട് രീതിയിലുള്ള കോസ്റ്റുകളാണ് വരുന്നത്. ഒന്ന് ഫിക്സ്ഡ് കോസ്റ്റ്, മറ്റൊന്ന് വേരിയബിൾ കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളുടെ ഡിപ്രീസിയേഷൻ, ഇൻഷുറൻസ്, ലൈസൻസിങ്, ബേസിക് ഡ്രൈവർ സാലറി അത് കണക്കാക്കണം. മറ്റൊന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ്, ഫ്യൂവല്. ഈ വേരിയബിൾ കോസ്റ്റിന്റെ പ്രത്യേകത, ലോജിസ്റ്റിക് ഓപ്പറേഷൻ നടന്നാൽ മാത്രമേ ഇത്തരം ചെലവുകളുള്ളൂ, അതർവൈസ് ഇത്തരം ചെലവുകളില്ല. അതിൽ വരുന്നതാണ് ഫ്യൂവല്, അതേപോലെ മെയിൻ്റനൻസ്, ടയർ വിയേഴ്സ്, ടയറുകൾ തേഞ്ഞു പോകുന്നത്, അതേപോലെ ഓവർ ടൈം പേ. ചിലപ്പോൾ നമ്മുടെ വാഹനങ്ങൾക്ക് കറക്റ്റ് സമയത്ത് എത്തിയിട്ടില്ല ഡ്രൈവർക്ക് ഓവർ ടൈം പേയ്മെന്റ് കൊടുക്കേണ്ടി വരും, ബേസിക് സാലറിന് പുറമെ. അങ്ങനെ കൊടുക്കുന്ന ഓവർ ടൈം പേയ്മെന്റിനെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ വേരിയബിൾ കോസ്റ്റും ഇത്തരത്തിലുള്ള ഫിക്സ്ഡ് കോസ്റ്റും കൂടെ കണക്കാക്കിയിട്ടാണ് ടോട്ടൽ കോസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾക്ക് പറയാനുള്ളത് കമ്പ്യൂട്ടർ റൂട്ടിംഗ് ഷെഡ്യൂളിങ്ങിനെ കുറിച്ചാണ്. കമ്പ്യൂട്ടർ റൂട്ടിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ്, അതിന്റെ മീനിങ് നമ്മൾ ഒരു പിങ്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. പിങ്ക് കളറിൽ യൂസ് ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് അൽഗോരിതം ടു പ്ലാൻ ആൻഡ് ഒപ്റ്റിമൈസ് ദ മൂവ്മെന്റ് ഓഫ് വെഹിക്കിൾ, ഗുഡ്, സർവീസ്, ഡാറ്റ ഫ്രം വൺ പോയിന്റ് ടു അനദർ. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി അതല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിന്റെ അൽഗോരിതംസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോഡക്റ്റ് അതിന്റെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സ് പ്ലാൻ ചെയ്യുന്നതിനെയാണ്, അത് അതിന്റെ ഗുഡ്സ്, വെഹിക്കിൾസ് ഒക്കെ എത്തുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് കമ്പ്യൂട്ടർ റൂട്ടിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കറക്റ്റ് ടൈമിൽ, കറക്റ്റ് സീക്വൻസിൽ, റൈറ്റ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ കൃത്യമായിട്ട് ഈ പ്രോഡക്റ്റ് എത്തുന്നുണ്ട് എന്നുള്ളതും കൂടെ ഇതിൽ നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് കമ്പ്യൂട്ടർ റൂട്ടിംഗ് ആൻഡ് ഷെഡ്യൂളിംഗിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, കമ്പ്യൂട്ടർ റൂട്ടിംഗ് ആൻഡ് ഷെഡ്യൂളിംഗിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മോർ ആക്യുറേറ്റ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് മാനുവൽ മെത്തേഡ്. നമ്മൾ മാനുവൽ മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്, എഫിഷ്യന്റ് ആണ്. കാരണം ഒരുപാട് ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയർ ബേസ് ചെയ്തിട്ട് ഇതിന്റെ റൂട്ടിംഗ് നടത്താൻ വളരെ ഈസിയാണ്. അതേപോലെ തന്നെ കൺസ്ട്രെയിൻസ്, കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് കോംപ്ലക്സ് കൺസ്ട്രെയിൻസ്, മൾട്ടിപ്പിൾ വെഹിക്കിൾസ്, മൾട്ടിപ്പിൾ ഡെലിവറി വിൻഡോസ്, റോഡ് കണ്ടീഷൻസ് ഒക്കെ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു റൂട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതും ഈ കമ്പ്യൂട്ടർ റൂട്ടിങ്ങിന്റെയും ഷെഡ്യൂളിങ്ങിന്റെയും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ഇനി ഇതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളാണ് GPS-ഉം GIS-ഉം. ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് GIS എങ്കിൽ GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. നമ്മൾ GPS ഉപയോഗിച്ച് നമ്മൾ എല്ലാവരും യാത്ര ചെയ്യാറുണ്ട്. GPS എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ലൈവ് ലൊക്കേഷൻസ് ട്രാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് GPS എന്ന് പറയുന്നത്. ഇനി GIS, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഒരു ലൊക്കേഷന്റെ ജിയോഗ്രഫിക്കൽ നേച്ചറിനെ കുറിച്ച് ഉള്ള ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ടെക്നോളജികളൊക്കെ നിങ്ങൾക്ക് റൂട്ടിങ്ങിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി പറയുന്നത് നമ്മൾ GPS-നെ കുറിച്ചാണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഇൻ റൂട്ടിംഗ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ് റിയൽ ടൈം ലൊക്കേഷൻ ഡാറ്റ ഫോർ വെഹിക്കിൾ, ഗുഡ്സ് ഓർ പീപ്പിൾ. വാഹനങ്ങളുടെയോ വ്യക്തികളുടെയോ ഗുഡ്സിന്റെയോ റിയൽ ടൈം ലൊക്കേഷൻസ് സാറ്റലൈറ്റ് ബേസ്ഡ് നെറ്റ്വർക്കിലൂടെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് GPS എന്ന് പറയുന്നത്. ഇത് ഹെൽപ്ഫുൾ ആവുന്നത് നമ്മുടെ റൂട്ടിങ്ങിൽ എവിടെയൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈം വെഹിക്കിൾ ട്രാക്കിംഗ് നമുക്ക് പോസിബിൾ ആവുന്നു, ഒപ്റ്റിമം റൂട്ട് സെലക്ഷന്, ട്രാഫിക് അപ്ഡേറ്റ്സ്, ETA കാൽക്കുലേഷൻ. ETA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ ആണ്. കാൽക്കുലേഷൻ നമുക്ക് അത് കണക്കാക്കുക, ഏകദേശം എത്ര സമയത്ത് എത്തും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നു. മറ്റൊന്ന് പറഞ്ഞാൽ ജിയോ ഫെൻസിങ്, അതായത് നമ്മളുടെ റൂട്ടുകൾ കൃത്യമായിട്ട് ഇന്ന ബൗണ്ടറി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ മറ്റൊരു ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, RFID. RFID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. അത് റൂട്ടിംഗ് ആൻഡ് ഷെഡ്യൂളിംഗിൽ എങ്ങനെ ഉപയോഗിക്കുന്നു? നമ്മളൊരു ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിന് ഒരു ക്ലിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും ബില്ല് അടക്കാതെ പുറത്തു പോവുകയാണെങ്കിൽ, അറിയാതെ പോവുകയാണെങ്കിൽ ആ ക്ലിപ്പ് എന്ത് ചെയ്യും? ആ ക്ലിപ്പ് സെൻസ് ചെയ്തിട്ട് അതിനൊരു അലാം ജനറേറ്റ് ചെയ്യും. അത്തരത്തിൽ ഒരു RFID ടാഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോഡക്റ്റിനോട് ഒരു കാർഗോസിൽ അറ്റാച്ച് ചെയ്യുന്ന RFID ടാഗുകൾ ഇത് കൃത്യമായിട്ട് നമ്മുടെ
സ്റ്റോക്കിലോട്ട് വെയർ ഹൗസിലോട്ട് ഇൻവെന്ററി വന്നിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും, ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും, ഏതൊക്കെ ഇൻവെന്ററി അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഇത് ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ പോസിബിൾ ആണ്, ഇൻവെന്ററി മാനേജ്മെന്റിന് സഹായിക്കുന്നു, ലോഡിംഗ് വെരിഫിക്കേഷൻ ഏതൊക്കെ ഗുഡ്സാ ലോഡ് ചെയ്തതെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നു, ഫാസ്റ്റ് ഡെലിവറി ചെക്ക് ഓരോരോ മേഖലയിൽ എത്തുമ്പോഴും ഓരോരോ ലൊക്കേഷനിൽ എത്തുമ്പോഴും ഏത് ഗുഡ്സ് ആണ് എന്നൊക്കെ ഉള്ളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നു, ഇനി ഏതൊക്കെ ഗുഡ്സാ വാഹനത്തിൽ ബാക്കിയുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, ഷെഡ്യൂളിംഗ് പ്രോസസ്സ് ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യാനും കൂടെ സഹായിക്കുന്നു. അപ്പോൾ ഇത്തരം ഏരിയകളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇനി സെക്കൻഡ് മൊഡ്യൂളിൻ്റെത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ആയിട്ട് തന്നെ കൊടുക്കും. അപ്പോൾ ഇതുവരെ കൊടുത്ത പോലെ തന്നെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കമന്റ്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.